ഇപ്പോൾ ഈ കീർത്തന ഈ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്തുള്ള ലഹരി ബോധവൽക്കരണ പരിപാടികളിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു. അതായത് സൂംബ ഡാൻസിൻ്റെ ഒക്കെ പരിശീലനമൊക്കെ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, അവർ PET ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പേരാമ്പ്ര BRCയിലെ 2 അധ്യാപകരെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പേരാമ്പ്ര AEOയും അതോടൊപ്പം തന്നെ BRC ഓഫീസറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഈ അറസ്റ്റിന് ശേഷം എടുത്തത്? ഈ അറസ്റ്റിന് ശേഷം ആദ്യത്തെ ആൾ കീർത്തന എന്ന് പറഞ്ഞ ടീച്ചറെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ ആളെ കേസ് ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അവരെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങും. അപ്പം ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അങ്ങനെ പരാതിയും നേരത്തെ നമുക്ക് കിട്ടിയില്ല, നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പരാതിയും രക്ഷിതാക്കളുടെ അടുത്തുനിന്നോ കുട്ടികളുടെ അടുത്തുനിന്നോ PTA അടുത്തുനിന്നോ ഒന്നും വന്നിട്ടില്ല. ഇവരുടെ മൊത്തത്തിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവർ SSKയിലെ കരാർ ജീവനക്കാരാണ്. അപ്പോൾ നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരല്ല. അപ്പോൾ അവരെ BRCയിലാണ് അവരെ പ്രവർത്തനങ്ങൾ. BRC ആണ് അവരെ സ്കൂളിലേക്ക് നിയമിക്കുന്നത്. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് പ്രധാന അധ്യാപകരോ മറ്റ് ബന്ധപ്പെട്ട ആളുകളോ ഒന്നും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ നമുക്കൊരു പരാതിയും നേരത്തെ ഇവരെക്കുറിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ കീർത്തന ഈ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്തുള്ള ലഹരി ബോധവൽക്കരണ പരിപാടികളിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു. അതായത് സൂംബ ഡാൻസിൻ്റെ ഒക്കെ പരിശീലനമൊക്കെ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, അവർ PET ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഒരു അധ്യാപിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെന്നുള്ള വളരെ ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ആ രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചിട്ടുള്ളത്. അതായത് ഈ ലഹരി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാകുന്നു, അതോടൊപ്പം തന്നെ ഈ ലഹരിക്കടത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതെ, അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ്. അപ്പോൾ അത്ര ആളുകളെ നമുക്ക് എന്തായാലും ഇതിൽ വെച്ചിരുന്നുകൂടാ. എന്തായാലും ഇനിയിപ്പോൾ ഈ BRCയിൽ ഉൾപ്പെടെയുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഒരു പരിശോധനയും ശ്രദ്ധയുമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാവുക? തീർച്ചയായും ഉണ്ടാവും. ഇന്ന് തന്നെ ഇപ്പം BRCയിൽ ഇപ്പോൾ DPCയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം നടക്കും. തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് SSK ബന്ധപ്പെട്ട അധികാരികളുമായി ആലോചിച്ച് ചെയ്യും. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നടപടി എടുക്കുമെന്നുള്ളതാണ് പേരാമ്പ്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറയുന്നത്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 കോഴിക്കോട്.